കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. മെനഞ്ഞാന്ന് ഇന്നലെയുമായിട്ട് ചിന്തിച്ച വേദഭാഗങ്ങളുടെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ വേദഭാഗത്തിൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം. ഈ ഗിരിപ്രഭാഷണങ്ങൾ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഗിരിപ്രഭാഷണം വായിച്ചത്? എല്ലാവരും വായിച്ചത്. ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗിരിപ്രഭാഷണം വായിക്കണം. അത്ര ഗാംഭീര്യമാണ് ഈ ഗിരിപ്രഭാഷണം. ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, മതപണ്ഡിതന്മാരായിക്കൊള്ളട്ടെ, ഏത് കാറ്റഗറിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, അവരുടെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന പ്രസംഗത്തിൻ്റെ ഉദ്ധരണികൾ ഗിരിപ്രഭാഷണത്തിലെ വിഷയമാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി താൻ ഏറ്റവും അധികം വായിക്കുകയും പഠിക്കുകയും തൻ്റെ ജീവിതത്തിൽ താൻ അപ്ലൈ ചെയ്യുകയും ചെയ്ത ഒരു വേദഭാഗമാണ് ഗിരിപ്രഭാഷണം. തോക്കെടുത്ത് നിൽക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുൻപിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായി ഗാന്ധിജി നിൽക്കുവാനിടയായത് അതിൻ്റെ ചേതോവികാരം താൻ പഠിച്ച ഗിരിപ്രഭാഷണമാണെന്ന് തൻ്റെ ജീവിത സാക്ഷ്യപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഏതൊരു മനുഷ്യനെയും മാറ്റിമറിക്കത്തക്ക നിലയിലുള്ള പ്രബോധനങ്ങളും ഉപദേശങ്ങളുമാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ഒരു പ്രാവശ്യം വായിച്ചങ്ങ് വിട്ടുകളയരുത്. നമ്മൾ പല പ്രാവശ്യം വായിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം മർക്കോസിലും ലൂക്കോസിലും ഒക്കെ മറ്റുള്ള ഭാഗങ്ങളിൽ ചെതറി കിടക്കരുത്. അപ്പോൾ നമുക്ക് അടുക്കായിട്ട് കിട്ടത്തില്ല. പക്ഷേ ഈ മത്തായിൽ 5, 6, 7 ഗിരിപ്രഭാഷണമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുക. മലമേൽ പ്രസംഗം എന്നാണ് അതിന് പറയുന്നത്. വളരെ മനോഹരമായ പ്രസംഗങ്ങളാണ്. ഈ പ്രസംഗം ശരിക്കും പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയെ പൊളിച്ചെഴുതി ഒരു പുതിയ നിയമപ്രമാണം കർത്താവ് തരുന്നതാണ് ഈ ഗിരിപ്രഭാഷണം. ഞാൻ അതിലേക്കായിട്ട് അതിൻ്റെ സ്തോത്രം 5:21 വായിച്ചാട്ട് എല്ലാവരും. കൊല ചെയ്യരുത്, എല്ലാവരും നോക്കണേ പുസ്തകത്തില്. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും ആമേൻ പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അവിടെ നിൽക്കട്ടെ. കൊല ചെയ്യരുത് ന്യായപ്രമാണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ന്യായപ്രമാണത്തിന്റെ കൊലയുമായിട്ടുള്ള വിഷയം എന്താ? കൊലയ്ക്ക് കൊല അല്ലേ? അങ്ങനെയല്ലേ ഇസ്രായേൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ? അവർ അങ്ങോട്ട് ഒരു ലെബനോൻകാരൻ ഇസ്രായേലിനെ കൊന്നു കഴിഞ്ഞാൽ ഒരു 10 എണ്ണത്തിനെ കൊല്ലുക എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രമാണം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം. അതെവിടെ കർത്താവ് പറയുന്നത്? കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മോശയുടെ പ്രമാണത്തിൽ അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു. ബാക്കി സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പൊ സഹോദരനോട് കോപിച്ചാൽ എന്തായി? ന്യായവിധിക്ക് യോഗ്യനാകും. അവിടെ സ്വത്രം. ഇവിടെ കോപിച്ചാൽ നമ്മുടെ ഇടപാട് തീർന്നു. അവിടെ കൊലപാതകം ചെയ്താലേ ഉള്ളൂ കുഴപ്പം. ഈ തിരിവൊന്ന് മനസ്സിലാക്കണേ. സ്വത്രം. ഇതിനടുത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, കോപിക്കുന്ന ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പൊ ഒരു സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ. ഇത് മത്തായിയുടെ ഗിരിപ്രഭാഷണം പഠിച്ചവരുണ്ടോന്ന് എനിക്കറിയത്തില്ല, വളരെ കുറവാണ്. അടുത്ത വാക്യം. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. എന്റെ പൊന്നെ, മൂടാന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് യോഗ്യനാകും. അതുകൊണ്ടാണ് ഈ സഹോദരന്മാര് അല്ല അരുതാത്തൊക്കെ പറയുമ്പോഴും ഒന്ന് പൊതിഞ്ഞു കൊണ്ടുപോകണമെന്ന് പറയുന്നതിലുള്ള ഒരു തത്വം അതാ. കാരണം ഒരു കുരുത്തക്കെട്ടവനാണെങ്കിലും അവൻ എന്ത് ചെയ്യുക, ഒന്ന് തലോടി നന്നാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രബോധിച്ച് കൊണ്ടുപോകണം. തള്ളിക്കളഞ്ഞ് മൂടാന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിൽ പോകുന്നു. നമുക്ക് ഈ വചനത്തിന്റെ വെളിപ്പാട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയോടെ ഗിരിപ്രഭാഷണം വായിച്ചു പഠിച്ചാൽ നമ്മളിൽ വലിയ സ്വാധീനം ചെലുത്തുവാനിടയായിത്തീരും. ഗിരിപ്രഭാഷണം നമ്മളെ ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കും. നമ്മളിലുള്ള പ്രതികാരത്തിന്റെ അഗ്നിയെല്ലാം അണഞ്ഞു പോകും. സ്നേഹത്തിന്റെ വിത്ത് മുളയ്ക്കുവാൻ ഈ ഗിരിപ്രഭാഷണത്തിന്റെ പ്രബോധനങ്ങൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ.
നമ്മളൊരു കർത്താവ് ശിഷ്യന്മാർ അതിൻ്റെ ആദ്യം ചോദിക്കുന്നത് ഒരു കാലത്തെ കണ്ടാറേ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരടുക്ക വന്നു. അപ്പം ജനം താഴ്വരയിൽ, യേശു മലയിൽ, യേശുവിൻ്റെ തൊട്ടടുത്ത് ശിഷ്യന്മാർ. യേശു എന്തൊക്കെ കുറെ പറഞ്ഞു പോയെന്നും പറഞ്ഞ് നമ്മളിരിക്കുക. ഇല്ല ദൈവമക്കളെ, കുത്തിയിരുന്ന് വായിച്ചു പഠിക്കേ. ഇന്നു മുതൽ വായിച്ചു പഠിക്കുക ഗിരിപ്രഭാഷണം. ഗിരിപ്രഭാഷണൻ്റെ ഇന്നർ മെസ്സേജ് എന്താണെന്ന് വായിച്ചു പഠിക്കേ. ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായി കൊലയ്ക്ക് കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന, അക്രമങ്ങളും അനീതികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ, പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിച്ച് ഒരു മലയിൽ കൊണ്ടുപോയിരുത്തി പറയുകയാണ്, മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയും. അവരെ മനുഷ്യരാക്കി മാറ്റി. പത്രോസിനെ ഒരു ദൈവ മനുഷ്യനാക്കി മാറ്റി. യോഹന്നാനെ ഒരു ദൈവ മനുഷ്യനാക്കി മാറ്റി. ഈ പത്രോസിന് യോഹന്നാനെ യാക്കോബിനൊക്കെയുള്ള ഒരു പേരുണ്ടല്ലോ. എന്തോ ഈ പേര്? എന്തോ ഇത് തത്ത പറയുന്ന പോലെ പുള്ളി പറയുക, ഇടിമക്കൾ. ഇടിമക്കൾ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കാണുമായിരിക്കും. ഒന്നിനും മടിക്കാത്തവരവര്. കറക്റ്റാ. ഒന്നിനും പഠിക്കത്തില്ല അവര്. പങ്കായത്തിന് അടിക്കുമ്പോൾ അവസാനം എന്ത് കിട്ടിയില്ലെങ്കിൽ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വള്ളത്തിലൊരു 3-4 സഹോദരന്മാർ പോയി. പെന്തക്കോസ്തുകാരാണെന്ന് ഓർത്തോണം. സ്വത്രം വള്ളത്തിൻ്റെ കടലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 1-1.5 ആൾ പൊക്കത്തിലുള്ള വെള്ളമുള്ളൂ. അവിടെ വെച്ച് വഴക്കുണ്ടായി ഒരുത്തൻ അടിച്ച് വെള്ളത്തിൽ കിട്ടും തന്നെ. കാരണം ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവരോടാണ് കർത്താവ് പറയുന്നത്, ന്യായപ്രമാണത്തിൽ അങ്ങനെ പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ വാക്യം ഒന്നുകൂടി വായിക്കുക ചെയ്യാം. അത് ശരിക്കും അങ്ങോട്ട് തെളിഞ്ഞു വരട്ടെ എൻ്റെ സ്വത്രം. അല്ല ന്യായപ്രമാണ സഭയുടെ കൂല ചെയ്യരുത്. 21 22 ഞാനും നിങ്ങളോട് പറയുന്നു, 21 കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതായി പൂർവന്മാരോട് അരുളി ചെയ്തത്? ന്യായപ്രമാണത്തില് ഈ നിൽക്കുന്ന പുള്ളികളുടെ അപ്പന്മാരോടെ കള്ളി ചെയ്ത കാര്യമായി പറഞ്ഞു. വേറൊന്നുമല്ല. ഈ പത്രോസിൻ്റെ അപ്പൂപ്പനോടൊക്കെ കള്ളി ചെയ്ത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമില്ലേ? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കാരണം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ന്യായപ്രമാണം വായിച്ചു പഠിച്ച പൗലൂസാണ്. ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യൻ പൗലൂസാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനല്ല ന്യായവിധിക്ക് യോഗ്യനാകും. ഒന്ന് ചിന്തിച്ചു നോക്കിയ സിസ്റ്ററെ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സഹോദരിമാരോട്, പ്രിയപ്പെട്ടവരോടൊക്കെ എൻ്റെ കാര്യം തന്നെ പറയും, നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇത് കൽപ്പന ലംഘനം നടത്തുന്നവൻ ഞാനാണെന്ന് ദൈവാത്മ എന്നോട് തന്നെ പറയുക. കാര്യം തീർന്നില്ല, പ്രശ്നം തീർന്നില്ല എന്നൊക്കെ ഭയങ്കര ബഹളം കാണിക്കുന്നത് തെറ്റാണത്. അപ്പോൾ ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോൾ ഈ വചനത്തിലൂടെ എനിക്കും കിട്ടിയ നല്ല ആലോചന. നമ്മുടെ സ്വഭാവ രൂപീകരണം ഗിരിപ്രഭാഷണത്തിലൂടെ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അവിടെ കൊലയ്ക്ക് കൊല ചെയ്യുമ്പോൾ നീ കോപിച്ചാൽ മതി, നീ ഒരു കൊലപാതകനായി. നിസ്സാര എന്ന് പറഞ്ഞാൽ നീ ആരായി? അഗ്നി നരകത്തിന് യോഗ്യനായി. ഒരു നരകം എന്ന് പറഞ്ഞാൽ അല്ല, ഈ നിസ്സാര എന്ന് പറഞ്ഞാൽ ആരാ? നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അടുത്ത എന്ന് പറഞ്ഞാലോ അഗ്നി എന്നുള്ള വിട്ടു കഴിഞ്ഞാൽ നരകമെന്നായി കഴിഞ്ഞാൽ പിന്നെ ഗുണമില്ല. അഗ്നി നരകത്തിന് യോഗ്യനായി. മൂടാന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനായി. ഞാൻ നോക്കി ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഇതിന് കള്ളം പറയാൻ പാടില്ല, കർത്താവിനറിയാം. നമ്മൾ ഒരാളോട് ഇടപെടുന്ന വാക്കുകൾക്ക് പോലും വ്യത്യാസമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, പുസ്തകത്തിൽ തന്നെ എടുക്കാം. 3.5 വർഷം പത്രോസ് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നു എന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഈ 3.5 വർഷം കണ്ടുകൊണ്ട് അവൻ്റെ വാക്കുകൾക്ക് വ്യത്യാസം വന്നു. എങ്ങനെ അറിയാം? യേശുക്രിസ്തു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു വേലക്കാരി വന്നിട്ട് പറഞ്ഞു, നീ അവനോട് കൂടിയുള്ളവനാണ് കേട്ടോ. എന്താ ഈ പറയണത്? എനിക്കൊന്നും അറിയില്ല. രണ്ടാമത്, നീ അവനോട് കൂടിയുള്ളവൻ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മൂന്നാമത്, നീയും അവനോടുകൂടി ഉള്ളവൻ തന്നെ. അടുത്ത അയാൾ പറഞ്ഞാൽ എന്താ അറിയോ? നിന്റെ വാക്കും ഭാഷണവും അത് വെളിവാക്കുന്നു. 3.5 വർഷം കൂടെ നടന്നപ്പോൾ വാക്കുകൾ മാറി, ഉച്ചാരണങ്ങൾ മാറി. ഇവിടെ 30 വർഷമായിട്ട് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും വടംവലി നടന്നുകൊണ്ടിരിക്കുക. ദൈവങ്ങളെ ചിന്തിച്ചേ. ഹല്ലേലൂയ. നമുക്കൊന്ന് രൂപാന്തരത്തിലേക്ക് വരാം. നെഹമ്യാവ് ആ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് എന്താ? ഒരു ന്യായപ്രമാണം വായിച്ചു കേട്ടു. 3 മണിക്കൂറോളം വായിച്ചു കേട്ടു.
3 മണിക്കൂർ അവർ കരയാനെടുത്തു. ഒരു 2:15 ഞാനങ്ങ് നിർത്തും. ഒരു 10-15 മിനിറ്റ് നമുക്ക് എല്ലാവർക്കും ഞാൻ കരയാം. അപ്പൊ ഭാഷ എനിക്ക് കരച്ചിൽ വന്നത് കരഞ്ഞേ പറ്റൂ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഇത് ചോറില്ല. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ, ഞങ്ങൾ ശുശ്രൂഷകന്മാർ ഉദ്ദേശിച്ച പോലെ റിസൾട്ടിലേക്ക് വരണം. അല്ലെങ്കിൽ എനിക്ക് ദണ്ണമുണ്ട്. നമുക്ക് എല്ലാവരും പോലെ ആയപ്പോരാ, നമുക്കറിയണം. നമുക്ക് ദൈവത്തിൽ യഥാസ്ഥാനപ്പെടണം, നമുക്ക് മാനസാന്തരപ്പെടണം, നമുക്ക് രൂപാന്തരം ഉണ്ടാകണം, നമ്മിൽ ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാകണം. 3.5 വർഷം കൊരിന്ത് സഭയെ പഠിപ്പിച്ചു അപ്പോസ്തലന്മാരല്ലേ. പഠിപ്പിച്ചപ്പോൾ ആരായി മാറി? കൊരിന്ത് ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 1 വായിച്ചു പെട്ടെന്ന് വായിക്കുക. ഈ പുസ്തകമൊക്കെ മറിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങോട്ട് വായിക്കുക സഹോദരി. എന്ത് ഇവിടെ ഒരു പ്രായമുള്ള അച്ചാൻ ഇരുന്നോണ്ട് ഇങ്ങനെ തപ്പി വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ നല്ല പവർഫുൾ കണ്ണാക്കായി വെച്ചോണ്ട് നിങ്ങൾ എന്തോ ഇരിക്കുക. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 1 മുതൽ. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തോന്നുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് സാഖ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങൾ വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഈ ചില വാക്യങ്ങളൊക്കെ പിടിയും കളയുന്നു. മറ്റേ വലിയ മീൻ കണ്ടുകഴിഞ്ഞ് പഠിഞ്ഞു എന്ന് പറയില്ലേ, ആ കംപ്ലീറ്റ് വന്നില്ലെങ്കിൽ അർത്ഥം പൂർണ്ണമാകത്തില്ല. അടുത്ത് ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നു. കൊരിന്ത് സഭ വെളിപ്പെട്ടു. കൊരിന്ത് സഭയിലെ വിശ്വാസികളെ കാണുമ്പോൾ ക്രിസ്തുവിനെ വായിച്ചറിയാം. നമ്മളെ വായിച്ചറിയുന്നത് എന്തായിരിക്കും? സംഭാഷണ വായിച്ചറിയുന്നത് എങ്ങനെയാ? സൗരമാരെ നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങൾ അയൽവക്കക്കാർ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വായിക്കുമ്പോൾ, സൗരീശ്വരന്മാർ വായിക്കുമ്പോൾ നിങ്ങൾ ആരാ? ഇത് ഒരു വകയില്ല, ഒരു ഗുണമില്ലാത്ത കൊരിന്ത്യയിലെ വിശ്വാസികളാണ്. കൊരിന്ത് എന്ന പട്ടണത്തിൻ്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ഗുണം പിടിക്കാത്തവരുടെ നാടല്ല കൊരിന്ത് പട്ടണം. പാപം ചെയ്ത് കിടക്കുന്ന കൊരിന്ത് പട്ടണം. അവിടെ പോയി ദൈവവചനം പ്രസംഗിച്ചപ്പോൾ രൂപപ്പെട്ടു വന്ന സഭയാണ് കൊരിന്ത് സഭ. കൊരിന്ത്, അതിനാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. അപ്പൊ അവരാരായി മാറി? ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറി. നിസ്സാര കാര്യമാണോ ചെയ്യാ? ഒരു ഗുണവുമില്ലാതിരുന്ന വിശ്വാസി, അവന്റെ സംസാരം, അവന്റെ നോട്ടെല്ലാം കർത്താവിനെ പോലെ ആയിത്തീരാന്ന് പറഞ്ഞാൽ അതല്ലേ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മീറ്റിങ്ങുകളും നമ്മുടെ യോഗങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. അത് നടക്കുന്നില്ലെങ്കിൽ ക്യാ ഫൈദ? ഒരു ഫൈദയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം അതെങ്ങനെയൊക്കെ പ്രാപിച്ചെടുക്കാമോ, വചനം പഠിച്ചനുസരിച്ച് ജീവിച്ച് അത് പ്രാപിച്ചെടുക്കണം നമ്മൾ. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാർ 1 പറഞ്ഞ് 2 തമ്മിൽ തല്ലാൻ നിൽക്കുന്നവരെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തല്ലും വഴക്കും കൊലപാതകമൊക്കെ ഉണ്ടാക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയുടെ പ്രമാണത്തിലുള്ളതുപോലെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ സഹിക്കുകയും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവരായി തീരണമെന്ന് അവരെ പഠിപ്പിച്ചു. അവരത് പഠിച്ചു, അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി. അവരെയാണ് ലോകം മുഴുവൻ അയച്ച് കർത്താവിൻ്റെ സ്വത്രം, ക്രൂശുമരണത്തിൻ്റെ സ്വത്രം വിളംബരം കർത്താവ് നടത്തി. ചുമ്മാ ഒന്നും എല്ലാവരും കൂടി ചെയ്യത്തില്ല. പഴയ ബോർഡിനൊക്കെ കൊണ്ടതൊന്നും ചെയ്യിക്കത്തില്ലല്ല. ഇവിടെ അച്ചായൻ കിടന്ന് നിലവിളിച്ചു, ആരും വന്നില്ല, ആരും വരണ്ട, ഉള്ളവർ വന്നില്ല, ഇത്രയും പേര് പറ്റിപ്പോരെ. ഇതിനെ വിഷമിക്കണേ? എല്ലാവർക്കും പറ്റിയ കാര്യമല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ ചുവ ജീവിച്ച് അക്കരെ പോകാൻ വേണ്ടി ഒരുങ്ങുന്നവർക്കുള്ള കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. ആദ്യം അവർ അപ്പോസ്തലന്മാരെ പോലെയായി. അതവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വായിച്ചില്ലെന്ന് എനിക്കറിയില്ല. ആദ്യം അവർ അപ്പോസ്തലന്മാരെ പോലെയായി. അങ്ങനെ വായിച്ചില്ലേ? സ്തോത്രം. ചോദിച്ചു നോക്കി അതങ്ങ് വിഴുങ്ങിക്കളഞ്ഞോ നോക്കി. ആ വിഴുങ്ങിയതെങ്കിൽ നമുക്ക് പുറത്തെടുക്കണം. ഇപ്പം ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് ശ്രാപ്പൊന്നുമല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്രാപ്പൊക്കെ നടത്താനാട്ടെ, നിങ്ങൾ വാങ്ങുന്നതിനാട്ടെ ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ ഹൃദയങ്ങൾ എഴുതിയതായി സകല മനുഷ്യർ അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ പത്രം ഞങ്ങളുടെ പത്രം അപ്പോസ്തലന്മാരെ പോലെ കൊരിന്ത്യയിലെ വിശ്വാസികളായി. ഞങ്ങളുടെ പത്രം നിങ്ങളായി. അത് കഴിഞ്ഞ ക്രിസ്തുവിന്റെ പത്രമായി. ആദ്യം പഠിപ്പിക്കുന്നവരെ പോലെയായി,
അത് കഴിഞ്ഞ് പഠിപ്പിച്ച് ആ പഠിപ്പിക്കുന്ന ആരാ? ക്രിസ്തു. പിന്നെ ക്രിസ്തുവിന്റെ പത്രമായി. ഓ, എന്തോരു വെളിപ്പാടാ! ആദ്യം ഭാഷ പോലെ ആകണം, അത് കഴിഞ്ഞ് ക്രിസ്തുവിനെ പോലെ ആകണം. ഇത് അതിന്റെ അർത്ഥം. ഈ പത്രം എന്ന് പറഞ്ഞാൽ ലോകത്തെ വായിച്ചെടുക്കാനുള്ളതാണ്. വിശ്വാസികളെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വായിച്ചെടുക്കുന്നവരാ. അത് അർത്ഥം, വചനത്തിന്റെ അർത്ഥങ്ങൾ എത്ര ഗാംഭീര്യമാണ്. അപ്പൊ ചോദിക്കും, ഭാഷ അങ്ങനെ ആയോ? ആ ഓട്ടക്കളത്തിലാണ് ഞാനായിരിക്കും. നിങ്ങൾ എന്നെ ചോദിച്ചു നോക്കിയാൽ ഒത്തിരി കുറവുകൾ എന്നിൽ കണ്ടെന്ന് വരാം. ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. കർത്താവെ എന്നെ സഹായിക്കണമേ. കർത്താവെ ഞങ്ങളുടെ ഒരു ദാസനാക്കി, ഒരു യഥാർത്ഥ ദാസനാക്കി, ദൈവവചനം, പത്യോപദേശം പറയുന്ന വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദാസനാക്കി ഇത് തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിനോട് ആദ്യം തൂപ്പുകാരി പറഞ്ഞതാ, നിന്റെ വാക്കും ഉച്ചാരണവും നീ അവനോടുകൂടി നടന്നവൻ. പത്രോസ് ആളാരാന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു? ആരാന്നറിയത്തില്ല. യേശുവിനെ പിടിച്ചപ്പോൾ എന്ത് ചെയ്തു? പുള്ളി അതാ പുള്ളി. അത്ര വൈരാഗ്യമുള്ള ആളാണ്, എടുത്തുചാട്ടക്കാരനാണ്. പക്ഷെ 3.5 വർഷം കൂടെ നടന്നപ്പോൾ അവന്റെ വാക്കുകൾക്ക് വ്യത്യാസം വന്നു. അവന്റെ ഉച്ചാരണങ്ങൾക്ക് വ്യത്യാസം വന്നു. അവൻ സുവിശേഷം പറയുന്ന രീതികൾക്ക് വ്യത്യാസം വന്നു. അവന്റെ ഭാര്യയോട്, ഭർത്താവിനോടുള്ള ഇടപാടുകൾക്ക് വ്യത്യാസം വന്നു. നമ്മുടെ കുടുംബജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഇടപെടുന്ന നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും എന്തോരം സാക്ഷ്യമുണ്ട് അയൽവക്കക്കാർ വീക്ഷിക്കുമ്പോൾ. നാളെ പറഞ്ഞിട്ട് അടുത്ത ഒരു ബന്ധുക്കോസോട് ഭയങ്കര ബഹളം കേൾക്കാം. നോക്കിയപ്പോൾ എന്താ? ഭയങ്കര മുട്ട വഴക്ക് കിടക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര കയ്യടിയും ബഹളവും പ്രാർത്ഥനയും നടക്കുക. പോയില്ലേ ദൈവമക്കളെ? ഈ 3-ാം ദിനത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പൊളിച്ചെഴുതാൻ. ഞാനും നിങ്ങളും, ഐ ആം ഇൻക്ലൂഡിങ് മീ, എന്നെ കൂടി ചേർത്ത് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു വലിയ കരച്ചിലിലേക്ക് വരാം, ഒരു വലിയ വിലാപത്തിലേക്ക് വരാം. 3 മണിക്കൂർ അവർ വചനം ധ്യാനിച്ചു. 3 മണിക്കൂർ അവർ ദിവസത്തിൽ കിടന്ന് കാര്യം. സൻബല്ലത്തും തോബിയാവും നിപ്പുണ്ട് അപ്പുറത്ത് മതിലുപണിക്കെതിരെ. മനസ്സിലായോ? ഈ ചങ്ങാതിമാരുടെ മുമ്പാകെ നിൽക്കാൻ വയ്യാതെ കണ്ടം വഴി ഓടി സൻബല്ലത്തും തോബിയാവും. കാരണം എന്താ? നല്ല കരുത്തന്മാരായിട്ട് നിൽക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം. കുല ചെയ്തതെന്ന് ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവ്വന്മാർ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ന്യായാധിപസഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരുന്ന ആരാ? കുറ്റം ചെയ്തവനാണ്. എന്ത് കുറ്റം ചെയ്തവൻ? വലിയ അതിക്രമം ചെയ്തവൻ, ആട് മോട്ടിച്ചവനും അടിച്ചവനും വ്യഭിചാരം ചെയ്തവനും സ്വത്രം മറ്റവരും, അവനെ ന്യായത്തെ കൊണ്ട് കുറ്റം വിധിക്കുന്നേ. ഇപ്പൊ കർത്താവ് പറയുക, നീ നിസ്സാര എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് നിന്നെ കൊണ്ട് നിർത്തൂന്ന്. പ്രമാണം എവിടെയായി? ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ മഹത്വം പലർക്കും അറിയത്തില്ല. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് കർത്താവ് ദാസന്മാർ അതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ ലഹരി വിമോചനം അതിൻ്റെ ഇടയിൽ കൂടി തൂചിയാച്ചോ. അപ്പൊ ആൾക്കാരും നോക്കുമ്പോൾ RSS വടിയായിട്ട് എടാ, ഇവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരല്ല കേട്ടോ, ഇവർ ലഹരി മോചനം നടത്തുന്നത്. നല്ലതാ. എൻ്റെ അനിയൻ ഈശ്വരനെ തുടങ്ങിയിട്ടുള്ള അവരും ഇതൊക്കെ കേൾക്കട്ടെ. സൂചനം പറഞ്ഞ അടി കിട്ടും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ സ്വഭാവ രൂപീകരണം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നിസ്സാരം എന്ന് പറഞ്ഞാലോ ന്യായവിധിസഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢാന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാണ്. ആകയാൽ നിങ്ങളുടെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപാകെ വെച്ചിട്ട് ഒന്നാമത് എന്ന് സഹോദരന് നികന്നു. സഭായോഗത്തിന് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്തോ ഒരു കശവിഷയം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അതൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് ആരാധിക്കാൻ ഒരു ആരാധനയില്ല.
ആരാധനയ്ക്ക് പകരം പോകാൻ നേരത്ത് ചത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ പോലെ പോകുള്ളൂ. കാരണം ഒരു സന്തോഷം കിട്ടത്തില്ല. അതേസമയത്ത് ആരും ആയിക്കോട്ടെ അല്ലേ സൗര, ഞാൻ അങ്ങനെ കുറച്ച് ക്ഷമിക്കണം. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം സൗരന്മാരോട് 1-2 പേരോട് ഞാൻ പറഞ്ഞു, സൗര ക്ഷമിക്കണേ, പെട്ടതിൽ അവധിക്ക് പറഞ്ഞു പോയതാണേ. ഒരു പോട്ടെ സാറില്ലേ ഭാഷ. അല്ല, അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് ശുശ്രൂഷയില്ല. എന്ത് ശുശ്രൂഷ പിന്നെ? നമ്മുടെ നാവ് കൊണ്ടല്ലേ ഇത് വിളിച്ചു പറയുന്നത് ദൈവവചനം. നാവ് കൊണ്ട് മറ്റാരോടെങ്കിലും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന നിലയിൽ, വേദനിപ്പിക്കത്തക്ക നിലയിൽ നമ്മൾ ആരോടെങ്കിലും ഏതെങ്കിലും നിലയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ വചനം പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുന്നെങ്കിൽ അവരോട് പോയി പറയണം, സഹോദരി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, സഹോദര ഞാൻ എന്നോട് ഇടപെട്ടു പോയി. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ കാര്യം, എന്നോട് ക്ഷമിക്കണോ ചായ, എടി നീ എന്നോട് ക്ഷമിക്കടി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ. ആകാശമൊന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. നമുക്കൊരു ക്ലാരിറ്റി ഉള്ള ഒരു സ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടാൻ കഴിയും. ക്രിസ്തുവിൻ്റെ സ്നേഹം, അതാ ക്രിസ്തുവിൻ്റെ സ്നേഹം. പൗലൂസ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, അതൊന്ന് വായിച്ച് വിട്ടാലേ അതിൻ്റെ മനസ്സിലാവത്തില്ല. എങ്ങനെയുള്ള നമുക്ക് വേണ്ടി ആ കർത്താവ് മരിച്ചു എന്ന് പൗലൂസ് പറയുന്നുണ്ട്. ആ പദപ്രയോഗം കിട്ടണമെങ്കിൽ വാക്യം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ അത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. പാപികളാകുന്ന നമുക്ക് വേണ്ടി, ദോഷികളാകുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചത് നീതിമാന് വേണ്ടിയല്ല, പാപം ചെയ്ത് ദൈവസ്ഥലിൽ അന്യപ്പെട്ട് കിടന്ന, സ്വർഗീയ പിതാവിന്റെ കോടതിയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നരകത്തെ യോഗ്യരായി കിടന്ന നമ്മെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മളെ ഒന്ന് നോക്കിയപ്പോൾ നമ്മളെ ഒരു വിശുദ്ധന്മാരായിട്ട് പുള്ളിനെ തോന്നി, അവിടെ രക്ഷപ്പെട്ടതാ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ. ഇനി 1 യോഹന്നാൻ 3-ന്റെ 16 വായിച്ചു. അവിടെയാ നമ്മൾ പിടിക്കപ്പെടുന്നത്. 1 യോഹന്നാൻ 3-ന്റെ 16 പടപടേന്നെടുത്ത് വായിക്കുക സൗരന്മാരെ. അച്ഛനിട്ട് കഷ്ടപ്പെടുത്താം. നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടത്. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഒരു പാസ്റ്റർ പറഞ്ഞ ഉദാഹരണം പറയാം, നിങ്ങളാരും ചിരിക്കരുത് കേട്ടോ. ജനമിങ്ങനെ സഭായത്തിന് വേണ്ടി ആളിങ്ങനെ കൊണ്ടു കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചിലർക്കൊക്കെ ചില സീറ്റ് പെർമനൻ്റാ. പാസ്റ്റർ അനൗൺസ് ചെയ്തു മുമ്പോട്ട് കയറിയിരിക്കുക, ആരും കയറിയിരിക്കുന്നില്ല. അപ്പോൾ ഈ വാക്ക് കൊടുത്ത് പറഞ്ഞു, സഹോദരന് വേണ്ടി ജീവനൊന്നും വെച്ചു കൊടുക്കണ്ട, ആ സീറ്റൊന്നും വെച്ച് കൊടുത്താൽ മതി. ഞാനത് കേട്ടിട്ട് ദൈവമേ, എൻ്റെയൊക്കെ അവസ്ഥ ഈ അവസ്ഥ, എൻ്റെന്ന് ഞാനങ്ങ് ചിന്തിച്ചു, എൻ്റെയൊക്കെ അവസ്ഥ ചെയ്യുന്ന പോലെയായിപ്പോയി. ഒന്ന് മാറിയിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എൻ്റെ പെർമനന്റ് സീറ്റ് ആരെങ്കിലും പതിച്ചു തന്നോ? ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് താഴുവാനും, സ്വത്രം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് താഴുവാനും, നമുക്ക് ദൈവത്തിന് വിനയപ്പെടുവാനും, സൗമ്യനാകുവാനും നമുക്ക് കഴിയും. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. യേശു ക്രിസ്തുവിൻ്റെ ചെകിട്ടത്ത് ഓരോരുത്തരും അടിയടിച്ചു. അപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം. ഞാൻ അന്യായമായി സംസാരിച്ചെങ്കിൽ തെളിവ് കൊടുക്കേ, അല്ലെങ്കിൽ എന്നെ തല്ലുന്നതെന്ത്? നോക്കി. എന്നിട്ട് ആ ഭാഗം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നെങ്ങാനും അടിച്ചിരുന്നെങ്കിൽ അപ്പം ആള് നിറയെ പോയി. നമുക്ക് അത്ര സൗകര്യം കിട്ടത്തില്ല. പൗലോസ് പറഞ്ഞില്ലേ, ദൈവം നിന്നെ എന്താണ് വെള്ളം തേച്ച ചോരെ ദൈവം നിന്നെ വിധിക്കും. അപ്പോൾ പൗലോസ് എന്താ പറഞ്ഞു? ദൈവം നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു. നീ പുരോഹിതനെ ശാസിക്കുന്നു. അയ്യോ ഞാൻ അറിഞ്ഞില്ല, അത് കള്ളം പറഞ്ഞ. പുള്ളിക്കറിയാതെ പുരോഹിതനായ പുള്ളിയും അങ്ങനെയുള്ള ആളായിരുന്നില്ലേ. അത് തടി തപ്പിയ ഒരു വിഷയമാണ്. സ്വത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ 3-ാം ദിവസത്തിൽ ഞങ്ങളിവിടെ കടന്നു വന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വരണം. ആ സ്നേഹം ക്ഷമിക്കാനും ഓർക്കാനും വഹിക്കാനുമുള്ള സ്നേഹം. ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കണമെന്ന് ഞാനീ പറയുന്നത്, നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയല്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു സ്നേഹം എനിക്ക് തരണം. അങ്ങയുടെ ഭവ്യത, അങ്ങയുടെ വിനയം, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നമ്മൾ ആരാ? ഉണ്ടോ മനസ്സ്?
കൊരിന്ത്യരോട് പൗലോസ് പറയാ, നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ? ക്രിസ്തുവിന്റെ സ്വഭാവമുണ്ടോ? അവന്റെ ദിവ്യ സ്വഭാവം നമുക്കുണ്ടോ? പത്രോസിനത് ഉണ്ടായല്ലോ, പൗലോസിനത് ഉണ്ടായല്ലോ, യോഹന്നാൻ യാക്കോബിന് യൂദയത് ഉണ്ടായല്ലോ. 3 വർഷം കൂടെ നടന്നപ്പോൾ അവർക്ക് ഇത് കിട്ടിയല്ലോ. എന്താ നമുക്ക് കിട്ടാത്തത്? ഉപദേശം കിട്ടാത്തത് കൊണ്ടാണോ? അനുസരിക്കാൻ നമുക്ക് കഴിയില്ല, പരാജയപ്പെട്ടു പോകുന്നു. ഈ പ്രാർത്ഥനയുടെ 3-ാം തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ശക്തമായിട്ട് സംസാരിക്കുന്നു. നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറാം, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറാം, പൊറുക്കുകയും സഹിക്കുകയും വഹിക്കുകയും ചെയ്യുന്നവരായി നമുക്ക് തീരാം. നമ്മുടെ എടുത്തുചാട്ടങ്ങളും നമ്മുടെ ദൈവഹിതമല്ലാത്ത വാക്കുകളും നമ്മുടെ ദൈവവചനത്തിന് നിരക്കാത്തതായ ഇടപെടലുകളും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ദുരന്ത ഫലം നമ്മളിപ്പോഴറിയത്തില്ല, പിന്നീട് നമുക്ക് വേദനിക്കേണ്ടി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അടുത്ത് എൻ്റെ 27-ാം വാക്യം വായിച്ചാട്ടെ സോന, 5:27. വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. വ്യഭിചാരം ചെയ്തവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ ഒരു മറിയെ കൊണ്ടുവന്നു അല്ലേ? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഗുരു, വ്യഭിചാരം ചെയ്തില്ല, എന്താ വേണം? കല്ലെറിഞ്ഞു. യേശു നല്ല സമയോചിതമായി നല്ല സമർത്ഥമായിട്ട് അവരുടെ ഇടപെടുന്നതായിട്ട് കാണാം. യേശു എന്താ പറഞ്ഞു? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്, അതൊന്നും ശരിയാണെന്ന് ഞാൻ സ്ഥാപിക്കുകയില്ല. അതിലൊരു വ്യാഖ്യാനം ഇതാണ്: ഈ പുള്ളികളെല്ലാം ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഈ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് മുഴുവൻ എറിയാൻ വന്ന ആദ്യം നിൽക്കുന്നവൻ്റെ പേരാ, അത് കഴിഞ്ഞ് അടുത്തവൻ്റെ പേരാ, പിന്നെ അത് കഴിഞ്ഞ് അടുത്തവൻ്റെ പേരാ. ഇതിങ്ങനെ എഴുതി ഈ വന്നിരിക്കുന്ന പാർട്ടിയുടെ പേരെല്ലാം കർത്താവ് എഴുതി വെച്ചിട്ട് കർത്താവ് ഇങ്ങനെ ഇരിക്കുക. യവന്മാരെല്ലാം എത്തി നോക്കിയപ്പോൾ ചാക്കോച്ചൻ്റെ പേര് അന്തോട് എല്ലാം ഉണ്ട്. പിന്നെ എന്തോ ചെയ്യും? കല്ലോരോന്നോരോന്നായിട്ട് കയ്യിൽ നിന്ന് വീണിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി ഓരോരുത്തരായി പോകാനിടയായി. മനുഷ്യന് മനസ്സാക്ഷി ഉണ്ടെന്നുള്ള ഒരു പഠനം അവിടെ നിന്ന് നമുക്ക് കിട്ടുകയാണ്. ഒരു പോലീസ് റെയ്ഡ് നടക്കുന്ന സമയത്ത് അനേകർ പോലീസുകാരുടെ മുമ്പിൽ കൂടി പോവുക. 2 കള്ളന്മാരെ പിടികിട്ടാ പുള്ളികളും നടന്നിങ്ങനെ വരുമ്പോൾ റെയ്ഡ് കിടക്കുക. പെട്ടെന്ന് ഒന്ന് നിൽക്കുക അവിടെ. കാരണം എന്താ? ഇവർ പിടികിട്ടാ പുള്ളികളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞാൽ ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായിരിക്കും. നമ്മൾ ആരും പിടിക്കാൻ പാടില്ല. കർത്താവിന്റെ പറഞ്ഞു, ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി, എനിക്ക് അങ്ങനെയുള്ള അനുഭവമില്ല. കൊന്നുകളയെന്ന് പറഞ്ഞു, രോമത്തിൽ തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഐ ആം എ മാൻ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ ദാസൻ, നിനക്ക് എന്തായാലും ചെയ്യാൻ? ദൈവത്തിന്റെ സമയം വരുമ്പോൾ നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. യു മൈൻഡ് ഓൺ യുവർ ബിസിനസ്, നീ പണിക്ക് പോകും. അതുമായിട്ട് പോലെ അതല്ല, പിന്നെന്താ? ഒന്നും ചെയ്യില്ല, ഒരു ചുക്കും ചെയ്യില്ലെന്നേ. കുറയ്ക്കും പറ്റി കടിക്കില്ല നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടോ? ദൈവത്തോടും മനുഷ്യനോട് കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ടോ? സ്തോത്രം. നമുക്ക് അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയും. പ്രവൃത്തി പുസ്തകത്തിൽ ഞാൻ പഠിച്ചപ്പോൾ ഒരു വലിയ വിഷയം പൗലോസുമായിട്ടുള്ള ബന്ധത്തിൽ, അത് നമുക്കൊന്ന് ധ്യാനിക്കാം. സ്തോത്രം. പ്രവൃത്തി പുസ്തകം അതിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, 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 23-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിന് മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യെരുശലേമിലേക്ക് പൗലോസിനെ കൈയും കാലും കൈ കെട്ടിക്കൊണ്ടുപോവുക. അപ്പോൾ ആ 22-ന്റെ അവസാന ഭാഗം, പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിൻ്റെ മേൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിവാൻ ഇച്ഛിച്ചിട്ട് അവൻ പുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചു. അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുചെന്ന് അവരുടെ മുമ്പാകെ നിർത്തി. പൗലോസ് പാടെ നിൽക്കുക, മഹാപുരോഹിതന്മാരുടെ സാധ്യമാടും മുമ്പാകെ നിൽക്കുക, കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ പുള്ളി പറഞ്ഞ എന്താണെന്നറിയോ? സഹോദരന്മാരെ, ഇന്നയോളം ഞാൻ നല്ല മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു.
ഇനി അതിൻ്റെ 24:16 നിന്ന് വായിച്ചേ ബ്രദറെ. സോറി, ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പൊ സുവിശേഷ നിമിത്തം പിടിക്കപ്പെട്ട പൗലോസിനെ ശിക്ഷിക്കാൻ വഴി കിട്ടുന്നില്ല. നിങ്ങൾ പറയുന്ന കുറ്റങ്ങളൊന്നും എന്നിലില്ല. ഈ ന്യായപ്രമാണം ഞാൻ അനുശാസിക്കുന്നില്ല, ശരി. പക്ഷെ ന്യായപ്രമാണത്തെ കർത്താവ് തിരുത്തി. ഞാൻ ന്യായപ്രമാണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊലപാതകനായിരുന്നു. ദൈവം ഒരു ദൈവ മനുഷ്യനാക്കി തീർത്തു. അതാണോ കുറ്റം? ഹല്ലേലൂയ. അവർക്ക് മിണ്ടാൻ പറ്റില്ല പോലീസിന്റെ പേര്. ഇനി ആ ഒരു സ്ഥാനത്ത് ഇന്നത്തെ ഒരു ഉപദേശിയോട് ഞാനെടുത്തങ്ങ് നിർത്തുക, എന്തായിരിക്കും? തൂക്കിക്കൊല്ലാൻ പറയും. ഹല്ലേലൂയ. ഒത്തിരി ക്രിമിനൽസ് ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ നന്നാകണം. ഇത് യൂട്യൂബിൽ മെസ്സേജ് ഇടുന്നുണ്ട് ഞാൻ. ഈ മെസ്സേജ് കേൾക്കണമെങ്കിൽ ബൈബിൾ സ്റ്റഡി പാസ്റ്റർ സാംബോൾ എന്നടിച്ചാൽ യൂട്യൂബിൽ ഈ മെസ്സേജ് കയറി വരും. നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ഹല്ലേലൂയ. കർത്താവ് വന്ന സഭയെടുക്കാൻ നേരമായി. നമ്മൾ വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ പോലെ വിശുദ്ധന്മാരായി വിശുദ്ധിമതികളായി നിൽക്കുന്ന ഒരു കൂട്ടം വിശുദ്ധ ജനത്തെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. എല്ലാവരും ചേർക്കാനല്ല ദൈവമക്കളെ. ലോകത്ത് കാണുന്ന എല്ലാവരും ചേർക്കാൻ കർത്താവ് വരുന്നില്ല. വിശുദ്ധിയിൽ തികഞ്ഞു നിൽക്കുന്ന ജനത്തെ. ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. അവരുടെ ജീവിത രീതികൾ ജാതികളെ പോലെയല്ല. അവരുടെ ജാതി കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. പിന്നീട് അവരെ പാപത്തിലേക്ക് വലിച്ചഴിക്കാൻ പ്രവാചകന്മാർ പല ദൂതുകൾ പറഞ്ഞ് അവരെ തെറ്റിലേക്ക് നടത്തി ദൈവശിക്ഷ പ്രാപിച്ച ചരിത്രവും പുസ്തകവും നമുക്ക് തരുന്നുണ്ട്. വിശുദ്ധിയിൽ നിൽക്കുന്നിടത്തോളം ദൈവത്തിന് നമ്മളോട് ബന്ധമുണ്ട്, ഇടപാടുണ്ട്. ദൈവത്തിന്റെ സംരക്ഷണ വലയമുണ്ട്. യോബിനെ തകർക്കാൻ വേണ്ടി സ്വത്രം അവ ചാത്താൻ ചെന്ന് പറയാ, നീ അവന് ചുറ്റും എന്ത് ചെയ്തിരിക്കുക? എന്റെയൊക്കെ സ്ഥിതിയായിരുന്നു എന്തായിരുന്നു ഞാൻ ചിന്തിക്കുക. ഹല്ലേലൂയ. അത് ദൂതെടുക്കണം നമ്മൾ. ഈ വേരി എന്ന് പറഞ്ഞാൽ കമ്പി വേരി കെട്ടിയേക്കണം എന്നല്ല, ഒരു സംരക്ഷണം കൊടുത്തിരിക്കുക ദൈവം. 31-ാം അധ്യായം ഒന്നെടുക്കാം യോബിൻ്റെ. ഈ പറയുമ്പോൾ ദൂത് ഇങ്ങനെ മാറി മാറി പോവുക. യോബിൻ്റെ പുസ്തകം 31, ഒരു 3-4 വാക്യം മാത്രം വായിച്ചാൽ മതി. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം. ഈ വേലി കെട്ടി സൂക്ഷിക്കാനുള്ള കാരണം എന്താ നമുക്കത് അറിയണ്ടേ? ചുമ്മാ അങ്ങോട്ട് വേലി കെട്ടുമോ എൻ്റെ മുമ്പിൽ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം. ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. 5-ാം വാക്യം വായിച്ചേ. ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയിരുന്നെങ്കിൽ ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. ഒത്ത ത്രാസിൽ ഒരുത്തനെ തൂക്കി മെനെ തൂക്കെ മെനെ ഞാൻ തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടു, നിന്റെ ചീട്ട് കീറിയിരിക്കുന്നു. ഇവിടെ യോബ് എന്താ പറയുന്നത്? നീ എന്നെ ഒന്ന് തൂക്കി നോക്ക്. അടുത്ത വായിച്ചാട്ടെ. എന്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ എന്റെ ഹൃദയം എന്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ വല്ല കറയും എന്റെ കൈ പറ്റിയെങ്കിൽ ഞാൻ വിതച്ചതും മറ്റൊരുത്തൻ തിന്നട്ടെ. എന്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ. എന്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ കൂട്ടുകാരന്റെ വാതിക്കൽ ഞാൻ പതിയിരുന്നുവെങ്കിൽ എന്റെ ഭാര്യ മറ്റൊരുത്തിനും മാവ് പൊടിക്കട്ടെ. അന്യൻ അവരുടെ മേൽ കുനിയട്ടെ. ഇത് മഹാപാതകമല്ലോ. അത് ന്യായവാദിയന്മാരും ശങ്കിക്കേണ്ടതിന് കുറ്റമത്രേ. അത് നരക പര്യന്തം ദഹിക്കുന്ന തീയാകുന്നു. 13-ാം വാക്യം. എന്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും? എനിക്കെല്ലാം വായിക്കാനുള്ള സമയമില്ല. ഈ 31-ാം അധ്യായം എല്ലാ ദൈവമക്കളും വീട്ടിൽ പോയി വായിച്ചോളൂ. ജോബിന്റെ പ്രാഗൽഭ്യം തെളിയിക്കുക. നമ്മൾ വേലി കെട്ടി യോബിനെ പോലെ എന്നെ അനുഗ്രഹിക്കണമെന്നാ പ്രാർത്ഥന. യോബിനെല്ലാം ഇരട്ടി കൊടുത്തു, അതുപോലെ നമുക്ക് കിട്ടണ ഇരട്ടി. യോബിനെ പോലെ ആണോ നമ്മള്? ഇനി ഏറ്റവും വിചിത്രമായൊരു സംഭവം കൂടി പറയാം, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. മക്കൾ
പാപം ചെയ്തു പോയി എന്ന് ഗ്രഹിച്ചിട്ട് അവർക്ക് വേണ്ടി വിശ്വാസത്തോടെ യാഗം കഴിക്കുന്ന ഒരു ഭക്തനാണ് യോബ്. മനസ്സിലായോ? പാപം ചെയ്തു പോയേക്കും. അപ്പൊ അങ്ങനെ അഡ്വാൻസ് യാഗം നടത്തി മക്കൾക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന ജോബ്. തൻ്റെ കൂലിക്കാരുടെ മുൻപിലും തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ നല്ല മനസ്സാക്ഷി കാത്തു സൂക്ഷിക്കുന്ന ജോബ്. ആ ജോബിനെയാണ് ദൈവം വേലി കെട്ടി സൂക്ഷിച്ചത്. ഇവിടെ ഇപ്പൊ വേലിയൊക്കെ അടിച്ചു പൊട്ടിച്ച് ആള് ഇടപാട് തീരെ ചെയ്ത്. മനസ്സിലായി? ഞാൻ എന്തിനിത് പറയുന്നു ദൈവമക്കളെ? നമ്മൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മൾ നിന്ന് കഴിയുമ്പോൾ, നിങ്ങൾ നിന്ന് കഴിയുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കും, ദൈവം നമ്മെ സൂക്ഷിക്കും, ദൈവം നമ്മെ പരിപാലിക്കും. നമുക്ക് ആവശ്യമായ നന്മകൾ ദൈവം നൽകിത്തരും. നല്ല ഫുൾ പ്രൊട്ടക്ഷൻ കർത്താവ് നമുക്ക് തന്നു. ഒരു പിശാച് നമ്മളെ തൊടുകയില്ല. ദൈവവചന വ്യവസ്ഥപ്രകാരം ജീവിച്ചിട്ട് നീ ദൈവത്തോട് പറ, കർത്താവേ ഞാൻ രോഗത്തിലായിരിക്കുന്നു, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, ഞാൻ ബുദ്ധിമുട്ടിലായിരിക്കുന്നു, ഞാൻ ഞെരുക്കത്തിലായിരിക്കുന്നു. അവിടുത്തെ അതിലെ തൈലം എൻ്റെ മേലൊന്ന് പുരട്ടണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്നെ ഒന്ന് വിടിവിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഇടപെടണമേ, എൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെടണമേ, എൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ ഇടപെടണമേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇടപെടുമാറാകണമേ, എന്നെ ഞെരുക്കുന്നവരോട് നീ ഇടപെടുമാറാകണമേ. നേരെ ചൊവ്വേ ജീവിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങി. അപ്പൊ നന്മ മുടങ്ങി പോകുന്നെങ്കിൽ എന്താ അർത്ഥം? വളഞ്ഞ വഴിയെ പോവുക. ആ വളഞ്ഞ വഴിയിൽ നേരെ വഴി വരാനായി 3-ാം ദിവസം കർത്താവ് നമ്മൾ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഓരോരുത്തരും കണ്ണടച്ചൊന്ന് ധ്യാനിച്ചേ. ഭാര്യ-ഭർത്തൃ ബന്ധം, സഹോദരി ബന്ധം, അപ്പനമ്മ ബന്ധം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ഇരിക്കുന്നു. ദൈവവചന വ്യവസ്ഥ പ്രകാരമാണോ? തോൽവികൾ എവിടെയെങ്കിലും സംഭവിച്ചോ? പരാജയങ്ങൾ സംഭവിച്ചോ? നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ചോ? യാക്കോബിനെ അനുഗ്രഹിക്കണമെന്ന് ദൈവം താല്പര്യമുണ്ട്. പക്ഷെ പേര് ചോദിക്കുമ്പോൾ ഉപായി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും, ഇല്ലെങ്കിൽ അവനെ കണ്ടനം ചെയ്യും. അത് ദൈവത്തിന്. ഇതിൻ്റെ വേറെന്ത്? പല സ്ഥലങ്ങളിൽ അവൻ ഉപായിയായിട്ട് അതും ഇതും ഒക്കെ പറഞ്ഞതല്ല. ഏജാവെന്നും പറഞ്ഞില്ലേ? പറഞ്ഞോ? ആ, സ്വന്തം ജനിപ്പിച്ചെൻ്റെ അപ്പൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? ഏജാവ്. ദൈവം ചോദിച്ചു, നീ ആരാ? യാക്കോബ്. അതിൻ്റെ അർത്ഥം ഉപായി. സമ്മതിച്ചു. അവൻ്റെ തുടയുടെ തുണം തൊട്ടു. ദൈവം അവനെ അനുഗ്രഹിച്ചു. ആ അതിലൊരു ഒരു ദൂതുണ്ട്. കാരണം യവൻ കുരുത്തക്കേട് കാണിച്ചിട്ട് ഇവിടെ നോടി അവിടെ നോടി, അത് 10-15 കിലോമീറ്ററാണ് ഓടുന്നത്. സംഭവം ഇവിടെ പിടിവീട് കഴിഞ്ഞപ്പോൾ പിന്നെ ഓടാൻ പറ്റുന്നില്ല. പിന്നെ അതായത് ഇങ്ങനെ ഓടുക. കത്രിക പൂട്ടി കർത്താവ് പിടിച്ച്. മനസ്സിലായോ? സർവശക്തനായ ദൈവത്തിന് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ദൈവം മുൻപാകെ നിന്നാൽ മതി. ദൈവം അവനോട് ഇടപെടുമ്പോൾ തന്റെ പരമാർത്ഥ മനസ്സ് ദൈവത്തോട് തെളിയിച്ചാൽ മതി. പ്രശ്നം എത്ര വലുതാണെങ്കിലും, സഹോദരിമാരെ, പ്രശ്നം എത്ര വലുതാണെങ്കിലും നിങ്ങൾ അതോർത്ത് ഭാരപ്പെടേണ്ട. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മ അവൻ മുടക്കയില്ല. നേരെ ചൊവ്വേ ജീവിച്ചിട്ട് എന്റെ പ്രശ്നം വലുതാണ് ദൈവമേ, അവിടെ ഇടപെടണമെന്ന് ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന് കഴിയാത്തത് വല്ലതുമുണ്ടോ? ഉണ്ട്. ഏറ്റുപറയാത്ത പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. ദൈവത്തിന് ശക്തിയൊക്കെയുള്ളൂ, പക്ഷെ അത് കഴിയത്തില്ല. നമ്മൾ ഏറ്റുപറയാതെ, നമ്മൾ ക്രമീകരണം വരുത്താതെ നമ്മൾ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. അവിടെ ദൈവം ദുർബലനാ. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ തെറ്റിപ്പോയി, ഞാൻ ബലഹീനനായിപ്പോയി, ഞാൻ പരാജയപ്പെട്ടു പോയി, എൻ്റെ കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായിത്തീരും. അതാണ് ജോബിൻ്റെ ജീവിതത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന അനുഭവം. ഹല്ലേലൂയ. സ്വത്രം 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 സ്വത്രം. അടുത്ത് നമുക്ക് വായിക്കേണ്ടത് 33-ാം വാക്യം, മത്തായി 5:33. കള്ളസത്യം ചെയ്യരുതെന്ന് സമയത്ത് ഞാനങ്ങ് വായിക്കുക. സത്യം ചെയ്ത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. അശേഷം സത്യം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ വിചാരിക്കും, ദൈവമേ വചനത്തിൽ എഴുതിയിരിക്കും സത്യം ചെയ്യുക, അപ്പൊ പോസ്റ്റ് ചെയ്യാന്നാ പറഞ്ഞത്. കള്ളസത്യം ചെയ്യരുത്. പത്രോസിന്റെ കുഞ്ഞു ലേഖനത്തിൽ താൻ എഴുതി വെച്ചു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ.
വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്ക്. അതിനു മുമ്പ് 5 കൂട്ടം കാര്യങ്ങൾ ചെയ്യണം. സൗരവരെ ശ്രദ്ധിക്കുക, 5 കൂട്ടം: ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഇതെല്ലാം നീക്കിക്കളയണം. ഈ രക്ഷയ്ക്കായി വളരുവാൻ, രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടെന്നിരിക്കട്ടെ, രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ് അതിനെ പ്രസവിച്ചിട്ട് 3-4 മാസം അത് വളരണ്ടേ? അതിനമ്മ മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നു. അത് നമ്മുടെ ഈ ലോകത്തിൻ്റെ സിസ്റ്റമാണ്. എന്നാൽ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ആത്മീയ നിലയിൽ പഠിക്കുമ്പോൾ ഈ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് ഈ കുഞ്ഞ് കുടിച്ച് വളരണമെന്ന് വ്യവസ്ഥ. അതിന് മുൻപ് രക്ഷിക്കപ്പെട്ട 10, 15, 20, 30, 40, 50, 60 വയസ്സായ വ്യക്തികൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ദൈവസന്നിധിയിൽ അവർ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞെന്ത് ചെയ്യണം? 5 വിധ സ്വഭാവ ഗുണങ്ങൾ വിടണം. എന്തൊക്കെയാണ് സ്വഭാവം? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഇത് വിട്ടിട്ട് രക്ഷയ്ക്കായി വളരാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ഈ മായമില്ലാത്ത പാൽ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് കുഞ്ഞ് വളർച്ച പ്രാപിക്കുന്നത്. പാൽ കുടിക്കാൻ കഴിയുന്നില്ല, പറയുന്ന വചനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, സ്വഭാവം വ്യത്യാസം വരുത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 3.5 വർഷം പത്രോസ് കൂടെ നടന്നപ്പോൾ വാക്കും പാവവും ഒക്കെ മാറി. നമ്മളിപ്പോൾ 13 ഒരു ഗുണവുമില്ല, 23 പലർക്കും ഗുണമില്ല. എന്താ കാര്യം? വ്യത്യാസം വരുന്നില്ല. ഇവിടെയാണ് നെഹമ്യാവ് ചെയ്തത്. 3 മണിക്കൂർ അവർ വചനം ധ്യാനിച്ചു. 3 മണിക്കൂർ ആ വചനത്തിന് മുമ്പാകെ അവർ കരഞ്ഞു. നമുക്ക് കരയാനായിട്ട് കഴിയുമോ? ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുക. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാം ശക്തമായിട്ട്. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. ആ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവദാസന്മാർ കിടന്ന് കണ്ഠക്ഷോഭം ചെയ്തത് അത് വൃഥാവായി പോകരുത്. എടുത്തു തന്ന വചനങ്ങൾ അത് 100 മേനി ഞങ്ങളിൽ വിളയണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ പഴയ പാപ ജീവിതത്തെ കണ്ടുണരുവാൻ എനിക്ക് കൃപ തരണം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദാസനൊരു പാട്ട് സൈലൻ്റായിട്ട് ഇവിടെ പാടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം പൊട്ടി ദൈവസന്നിധിയിലേക്ക് അറിയുക. എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല. ആകെ കൂടി അറിയാവുന്നത് ജോർജാനെ മാത്രമാണ്. മറ്റാരെയും എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാം പുതുമയുള്ളൂ. നമുക്ക് ആയുസ്സിൽ നിങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് പകലിൽ എൻ്റെ അന്തരാത്മാവിൽ പറയുന്നു, ഈ വചനങ്ങളെല്ലാം നിങ്ങളോടും എന്നോടും ഇടപെട്ട വചനങ്ങളാണ്. പിന്നെ നിങ്ങൾ തട്ടിക്കളയരുത്. ഈ വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? തട്ടിക്കളഞ്ഞു പോകരുത്. എന്നോടുള്ള ദൂതാണ്. ഞാനത് ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വേണം. എൻ്റെ കുടുംബജീവിതം സ്വസ്ഥമായിരിക്കണം. എൻ്റെ ഭർത്താവ് ഭാര്യ വ്യത്യാസം ഉണ്ടാകണം. എൻ്റെ കുഞ്ഞുങ്ങൾ അനുസരിക്കണം. അതിന് ഞാൻ ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളാണ് നമ്മെ അനുസരിക്കുന്നത്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് കരുതി സ്വർഗത്ത് പോകുന്ന ആരും ചിന്തിച്ചു കളയരുത്. അവർ ആത്മീകരാകാതെ അവർക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് വളരെ താഴ്മയോടെ വിളിച്ചു പറയുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതും ഈ പകൽ കേട്ടതുമായ വചനങ്ങൾ കർത്താവേ എന്നെ രൂപാന്തരത്തിലേക്ക് നടത്തുവാൻ ആ വചന കേൾവിയുടെ മുൻപാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പാപത്ത് വിട്ടോടുവാൻ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ടോടുവാൻ പൗലോസ് എബ്രായരോട് ദൂത് പറയുക. മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മളിലുണ്ട് ദൈവമക്കളെ. ഒത്തിരി പാപത്തിൻ്റെ കളികളുണ്ട്. അതെല്ലാം വിട്ട് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഓട്ടമാണ്. ആ ഓട്ടം മനോഹരമായി. അതിനകത്ത് കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സാഗദാസൻ്റെ പാട്ട് പാടുമ്പോൾ നമുക്കെല്ലാവർക്കും തകർന്ന ഹൃദയത്തോടെ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത